ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മളെ ചതിക്കില്ല എന്ന് നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്ത് വെക്കരുത്. 4-5 വർഷം നമുക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെ നമ്മളെ പറ്റിച്ചിട്ട് പോയിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ആൾക്കാരെ ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്നത്? എന്റെ ആയിരുന്ന ഒരു സാധനം പോയി, വേറെ ആരും സ്വന്തമാക്കരുത് എന്നൊരു സാഹചര്യത്തിന്മേലാണ് അയാൾ ആ കുട്ടിയെ കൊല്ലാനുള്ള സാഹചര്യത്തിലേക്ക് പോയത്. നമ്മൾ അച്ഛനും അമ്മ, നമ്മള് കുഞ്ഞുങ്ങള്, ഇതൊക്കെ നമ്മൾ ഹാപ്പി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ അവർക്ക് വേണ്ടി കിടന്ന് മരിക്കുകയാണ്. അതല്ല സത്യം. എൻ്റെ പ്രിയപ്പെട്ടവളാണ്, ഓക്കെ, ഞാൻ അതുപോലെ അവളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളൊരു വിചാരം ഒരു കോമൺ സെൻസ് ആണ്. അത് ബേസിക് ആയിട്ട് വേണ്ടുള്ളൊരു കാര്യമാണ്. നമ്മളവിടെ പറ്റിക്കാൻ വേണ്ടി നിന്ന് കൊടുക്കുമ്പോൾ മാത്രമാണ് എന്താ പറയുക, നമ്മളെ ഇങ്ങോട്ടേക്ക് വഞ്ചിക്കാനായിട്ടുള്ള ചാൻസ് കൂടുതൽ. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടല്ലേ നിങ്ങൾ അങ്ങനെ ആയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നൊന്നും ചോദിച്ച് കുറ്റപ്പെടുത്താതിരിക്കുക. നമ്മൾ എപ്പോഴും നല്ല രീതിയിൽ നമ്മുടെ ഡ്യൂട്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗമെങ്കിലും ക്ലിയർ ആണെന്ന് നമുക്ക് ആശ്വസിക്കാം. ചിത്രേ, കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു വീഡിയോ ആയിരുന്നു. ഇൻസ്റ്റഗ്രാം ആപ്പിലൂടെ പരിചയപ്പെട്ട ഒരു യുവാവ്, ആ പെൺകുട്ടി ബാംഗ്ലൂർ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ അവര് ഫ്രണ്ട്സ് രണ്ടുപേരോട് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇയാൾ ഒരു കാറിൽ വന്ന് നിർത്തിയിട്ട് ഈ പെൺകുട്ടിയുടെ അടുത്ത് കയറി കടന്നു പിടിക്കുന്നത്, എന്ന് വെച്ചാൽ വിവാഹാഭ്യർത്ഥന നടത്തിയെന്നാണ് പറയുന്നത്, നടത്തി റിജക്ട് ചെയ്തതിൻ്റെ ഇതിനകത്തിൽ കടന്നു പിടിക്കുന്നതും വസ്ത്രം വലിച്ചു കീറുന്ന ഒരു സാഹചര്യത്തിലേക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തിൽ ഞാൻ ആ കമന്റ് ബോക്സിലേക്ക് പോയില്ല, കാരണം അതിനകത്തിൽ ആ ഒരു നല്ല രീതിയിൽ ക്രിട്ടിസൈസസിലേക്കായിരിക്കും പോകാൻ പോകുന്നത്. കാരണം ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ടൊരു യുവാവ് ഒരു സ്പേസ് കൊടുത്തിട്ടല്ലേ അങ്ങോട്ട് വന്നത്, ഇങ്ങനെ കുറേയധികം ക്രിറ്റിസിസംസ് ഫേസ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ആൾക്കാരെ ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്നത്? അതൊരു വലിയ വിഷയമല്ലേ? കാരണം ഇത്ര സാമൂഹ്യ മാധ്യമ ആപ്പുകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഉള്ള ജനറേഷനിലെ എല്ലാ കുട്ടികളും, അല്ല കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എല്ലാവരും അതിൻ്റെ ഒരു ഭാഗമായി മാറിയ ഒരു സാഹചര്യത്തിൽ ആൾക്കാരെ നമുക്ക് എങ്ങനെയാണ് ഫിൽട്ടർ? നിങ്ങൾ ആരോടും മിണ്ടരുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ആൾക്കാരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമ്മളിപ്പം ഞാൻ ചോദിക്കട്ടെ, 4-5 വർഷം നമുക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെ നമ്മളെ പറ്റിച്ചിട്ട് പോയിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെടുകയാണ്, നമ്മൾ അവരെ കണ്ടിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് കുറേയൊക്കെ നമുക്ക് എന്താ പറയാ, അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ നമ്മുടെ വൈബ് മാച്ചായി, സെറ്റാണ്, ഇത് നമ്മുടെ ഫ്രണ്ടാണ്, നല്ല ഫ്രണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് പാർട്ട്ണർ ആക്കാൻ പറ്റുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നമുക്കൊരു സിസ്റ്റർ ബോണ്ട് ഉള്ള ഒരാളാണ്, ഇതൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ഒരു ബ്രദർലി ഫീൽ ഉള്ള ഒരാളാണ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമുക്ക് ഇത് തോന്നുന്നതുകൊണ്ട് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാരണം നമ്മൾ അത്ര പ്യുവർ മൈൻഡ് ആയതുകൊണ്ടാണ്. നമ്മൾ ഭയങ്കര നമ്മുടെ ഹാർട്ട് ഭയങ്കര ലോലമാണ്. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ആൾക്കാരെ വിശ്വസിക്കുന്നത്. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ചിലപ്പോൾ ജെനുവിൻ ആയിരിക്കാം, ജെനുവിൻ അല്ലാതായിരിക്കാം. നമുക്ക് ഇവരെ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒന്നും ഇപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പം അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലെ ആൾക്കാരെ നമ്മൾ ഒട്ടും വിശ്വസിച്ചുകൂടാന്നല്ല, ഇൻസ്റ്റഗ്രാമിൽ കൂടെ കിട്ടിയിട്ടുള്ള നല്ല നല്ല സൗഹൃദങ്ങളുണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, ക്ലബ് ഹൗസ് ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന, അതായത് നമ്മൾ അന്ന് ആൾക്കാരെ കണ്ടിട്ടില്ല കേട്ടോ, അതായത് ഈ ക്ലബ് ഹൗസിലുള്ള ആൾക്കാരെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല. കൊറോണ ഒരു സമയത്തായിരുന്നു നമുക്ക് ഈ ക്ലബ് ഹൗസ് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. അന്നുള്ള ആള് ഇന്നും എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട്സിൽ ഉള്ള ഒരാളാണ്. അതായത് ഈ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പേരെ ഫിൽട്ടർ ചെയ്ത കൂട്ടത്തിൽ എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പം പിന്നെ അവര് തമ്മിലുണ്ടായിട്ടുള്ള, നമ്മൾ അച്ഛനും അമ്മ, നമ്മള് കുഞ്ഞുങ്ങള്, ഇതൊക്കെ നമ്മൾ ഹാപ്പി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ അവർക്ക് വേണ്ടി കിടന്ന് മരിക്കുകയാണ്. അതല്ല സത്യം. നമുക്ക് ചിലപ്പോൾ എല്ലാ ദിവസവും ഒന്നും വിളിക്കാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ അവരോട് എല്ലാ ദിവസവും സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ വിളിക്കുന്ന സമയത്ത് നമുക്ക് ആ സെയിം വൈബോട് കൂടി നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, മറ്റേ നമ്മളെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യാം, നമ്മുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ജേർണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മളെ ചതിക്കില്ല എന്ന് നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്ത് വെക്കരുത്. നമ്മൾ എപ്പോഴും നല്ല രീതിയിൽ നമ്മുടെ ഡ്യൂട്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗമെങ്കിലും ക്ലിയർ ആണെന്ന് നമുക്ക് ആശ്വസിക്കാം. അതിപ്പോൾ പാർട്ട്ണർഷിപ്പിന്റെ കേസിലാണെങ്കിലും ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിന്റെ കേസിലാണെങ്കിലും നമുക്ക് ചെയ്യാനുള്ള നമ്മൾ ഔട്ട്പുട്ടുകൾ നമുക്ക് മാക്സിമം ഇടാൻ പറ്റുന്ന അത്ര രീതിയിൽ നമ്മൾ ഇടുക. എന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് വേണ്ടി മരിക്കുക എന്നുള്ളതല്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെ ആരും ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് വേണ്ടി ചത്ത് മരിക്കാനായിട്ടൊക്കെ നിൽക്കുമ്പോൾ തിരിച്ച് നമ്മൾ അടുത്തും അതുപോലെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയണ്ടേ. കാരണം ചില ആൾക്കാർ വിളിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പൊ നമ്മുടെ അടുത്ത് ഇരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ അവരുടെ ഭാര്യമാരായിരിക്കും വിളിക്കുന്നത്, അല്ലെങ്കിൽ ഭർത്താക്കന്മാരായിരിക്കും വിളിക്കുന്നത്, അല്ലെങ്കിൽ ബ്രദേഴ്സോ വേറെ ഏതെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആൾക്കാരായിരിക്കും വിളിക്കുന്നത്. വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് വിളിച്ചിട്ട് ഓക്കെ എന്താടാ പറയടാ
എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മൾ വിളിക്കുമ്പോ എങ്ങനെയാന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? എല്ലാരും ഷുഗർ കോട്ട് ചെയ്തിട്ട് സംസാരിക്കുക. നമ്മള് വിചാരിക്കുന്നത് ഞാനൊക്കെ വിളിക്കുന്നത് അപ്പൊ എങ്ങനെയായിരിക്കും അതെ എടുക്കുന്നത്? അതെ, അത് എല്ലാരും ഷുഗർ കോട്ട് ചെയ്തിട്ടാ സംസാരിക്കുക. എല്ലാരും അവരവരുടെ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ള ആൾക്കാർ. അല്ലാത്ത ആൾക്കാർ വളരെ കുറവ് ആൾക്കാർ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മള് വേറൊരാൾക്ക് ഹേർട്ട് ചെയ്യാതിരിക്കും. ഇപ്പൊ ആതിര എന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ക്ലോസ് ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആതിരേനെ ഒരിക്കലും ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയോ അല്ലെങ്കിൽ ഞാനത് ചെയ്യാനോ ഒന്നും മുതിരരുത്. കാരണം എൻ്റെ പ്രിയപ്പെട്ടവളാണ്. ഓക്കെ, ഞാൻ അതുപോലെ അവളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളൊരു വിചാരം ഒരു കോമൺ സെൻസ് ആണ്. അത് ബേസിക് ആയിട്ട് വേണ്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന, ഇപ്പം ഞാൻ ആതിരയ്ക്ക് തരുന്ന ഒരു എന്താ പറയാ, ഒരു ഫേവർ ചെയ്തു തരുമോ അല്ലെങ്കിൽ ഞാൻ ആതിരയ്ക്ക് വേണ്ടി അത് ത്യാഗം ചെയ്തു തരുന്നതോ ഒന്നുമല്ല. അത് ആതിരയ്ക്ക് കൊടുക്കേണ്ട ഒരു കാര്യമാണ്, എൻ്റെ കടമയാണ്. എൻ്റെ കൂടെയുള്ള ആൾക്കാർ ഹാപ്പി ആയിട്ട് നിൽക്കുക എന്നുള്ളത്. ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള, നമ്മൾ ഇപ്പം എല്ലാവരും സെൽഫിഷാ. അതായത് നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഭയങ്കര സെൽഫിഷാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സറൗണ്ടിങ്സ് നമ്മൾ പറയില്ലേ, ഞാൻ അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഓക്കെ ഞാൻ അവരെ ഹാപ്പി ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. നമ്മൾ അച്ഛനും അമ്മ, നമ്മൾ കുഞ്ഞുങ്ങള്, ഇതൊക്കെ നമ്മൾ ഹാപ്പി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ അവർക്ക് വേണ്ടി കിടന്ന് മരിക്കുകയാണ്. അതല്ല സത്യം. കാരണം എന്താന്ന് വെച്ചാൽ അവര് ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ടത് നമ്മുടെയും കൂടെ ആവശ്യമാണ്. അവര് കരഞ്ഞു വിഴിഞ്ഞിരുന്നാൽ നമുക്ക് സമാധാനവും സന്തോഷം കിട്ടുമോ? ഇല്ല. അവര് ഹാപ്പി ആക്കി വെക്കേണ്ട നമ്മുടെ ഡ്യൂട്ടി. നമ്മൾ അത് ഒരിക്കലും നമ്മുടെ ഒരു ഭയങ്കര വലിയൊരു ഡ്യൂട്ടി ആയിട്ടൊന്നും കാണരുത്. നമ്മളത് ചെയ്യേണ്ട കാര്യമാണ്, നമ്മളത് ചെയ്യുക. ആരും നമ്മൾ അവർക്ക് ഔദാര്യം ഒന്നും അല്ല ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ അവര് ഹാപ്പി ആയിരുന്നാൽ മാത്രമാണ് നമ്മളും ഹാപ്പി ആയിട്ടിരിക്കുള്ളൂ. നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ടൈം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാരും സെൽഫിഷ് ആയിട്ട് തന്നെ ചിന്തിക്കുന്നത്. ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ ഒരു റീല് ആദ്യം ഇതിന്റെ ഒരു വാർത്ത കണ്ട സമയത്ത് ഞാൻ ആലോചിച്ചത്, വിഷ്ണുപ്രിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ പണ്ട് ഈ പറയുന്ന രീതിയിൽ ബ്രേക്കപ്പ് ആയതിനു ശേഷം അവളുടെ കാമുകൻ വന്ന് എക്സ് വന്നിട്ട് കുത്തിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എനിക്കൊന്ന് കോവിഡ് ടൈം എന്തോ ആയിരുന്നു അത്. അന്നായിരുന്നു അത് വളരെയധികം ഒരു സെൻസേഷണൽ ആയിട്ടുള്ള ഒരു കേസായി മാറിയത്. അതിനകത്തിലും ഇവര് പരിചയപ്പെടുന്നത്, അതിന്റെ ഒരു കേസ് ഡയറി ഇവരുടെ, അത് ഞാനത് കേൾക്കുന്ന സമയത്ത് ഞാൻ കണ്ടത് ഒരു ഫോൺ കോളിലൂടെ, മിസ് കോളിലൂടെയാണ് പരിചയപ്പെടുന്നത്. വർഷങ്ങളായിട്ടുള്ള പരിചയമൊന്നും അല്ല. ചിത്ര പറഞ്ഞ പോലെ ഒരു സമയത്ത് വൈബ് കണക്റ്റ് ആയി, അങ്ങനെയാണ് അവർ കണ്ടുമുട്ടുന്നത്. പിന്നെ ഒരു സമയത്ത് പെൺകുട്ടിക്ക് അതിൽ ഒന്നും പറ്റാതെ വരുന്നു. പിന്നീട് നിരന്തര സംസാരങ്ങളിലൂടെ ഒരു പ്രണയത്തിലേക്ക് കടക്കുന്നു. പിന്നെ അത് ബ്രേക്കപ്പ് ആയി. പിന്നീട് ഒരു ഫോട്ടോഗ്രാഫറുമായിട്ട് എന്തോ പെൺകുട്ടി സൗഹൃദമാവുന്നു. സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്ക് പോകുന്നു. ഇതെല്ലാം ബ്രേക്കപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം, അതിനുശേഷമാണ് അങ്ങനെ ഒരു പ്രണയത്തിലേക്ക് വന്നത്. ഇയാൾക്ക് ആ ഒരു ടൈം തൊട്ട് നല്ല സംശയം ഉണ്ടായിരുന്നു, ഇവള് വേറെ ഏതെങ്കിലും റിലേഷൻ പോയിട്ടുണ്ടോന്ന്. അങ്ങനെ വന്നാണ് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ കയറി മൃഗീയമായി കൊല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ അതായിരുന്നു എനിക്ക് ഈ പറയുന്ന പട്ടാപ്പകല് റോഡിൽ വെച്ച് പെൺകുട്ടിയെ കടന്നു പിടിക്കുകയും വസ്ത്രം വലിച്ചു കീറുന്ന ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അതായിരുന്നു ഓർമ്മ വന്നത്. കാരണം ആ ഒരാള് കൊന്നത്, ഇനി എന്ന് വെച്ചാൽ എൻ്റെ ആയിരുന്ന ഒരു സാധനം പോയി, വേറെ ആരും സ്വന്തമാക്കരുത് എന്നൊരു സാഹചര്യത്തിന്മേലാണ് അയാൾ ആ കുട്ടിയെ കൊല്ലാനുള്ള സാഹചര്യത്തിലേക്ക് പോയത്. അങ്ങനെ ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുമ്പോഴും നമ്മൾ അപ്പോഴും ക്രിറ്റിസിസം ചെയ്യാൻ പോകുന്നത്, നീ എന്തിനു പരിചയപ്പെട്ടു, നീ എന്തിനു അവിടെ ഒരു വഴിയൊരുക്കി, നീ എന്തിന് ഇതാക്കി. നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുന്ന ചിത്രയെ നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്ലാസ്റ്റർ, അല്ലെങ്കിൽ നമ്മൾ ഒറ്റ വഴി, ആരോടും സംസാരിക്കരുത്, ആരോടും മിണ്ടരുത്, എങ്ങനെയാണ് അവർ നമ്മൾ സംസാരിക്കുന്നത് എടുക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ അവരോട് പെരുമാറേണ്ടത്, അങ്ങനെ ഒരു കാര്യമൊന്നും വെച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പൊ നമ്മൾ വായിച്ചിട്ടുണ്ടാവും അച്ഛൻ മകളെ പീഡിപ്പിക്കുന്നതൊക്കെ. അത് മകള് വിചാരിച്ചോ അച്ഛൻ ഇങ്ങനെ ചെയ്യും എന്നുള്ളത്? നമ്മൾ വിശ്വസിച്ചല്ലേ നമ്മൾ ഒരാളുടെ കൂടെ നിൽക്കുന്നത്. അമ്മയുടെ സഹോദരൻ പീഡിപ്പിക്കുന്നു, അല്ലെങ്കിൽ എത്ര സംഭവങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ ഇടക്കിടക്ക് എല്ലാരും പറഞ്ഞിട്ടുള്ളതായിരിക്കും, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുള്ളത് നമ്മൾ വിചാരിച്ചില്ല എന്ന്. എല്ലാവരുടെ ലൈഫിൽ ഒരു തവണയെങ്കിലും ആ വാക്ക് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ അങ്ങനെ നമ്മളുടെ അടുത്ത് ചെയ്യുന്നുള്ളത് നമ്മൾ വിചാരിച്ചില്ല. അത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾക്ക് എങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ എങ്ങനെ ഒരാളെ പ്രഡിക്റ്റ് ചെയ്ത് ഇതാക്കുക? അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു മനഃശാസ്ത്രം പഠിച്ചിട്ട് ഈ ആളെ കാണുമ്പോൾ തന്നെ മനസ്സിൽ എന്താണ്, ഇവരെന്താണ് ചിന്തിക്കുന്നതെന്ന് ഇങ്ങനെ
പഠിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ സംസാരിക്കേണ്ടി വരും. ഒരു കാര്യമുണ്ട്, നമ്മൾ അവിടെ പറ്റിക്കാൻ വേണ്ടി നിന്ന് കൊടുക്കുമ്പോ മാത്രമാണ് എന്താ പറയാ നമ്മളെ ഇങ്ങോട്ടേക്ക് വഞ്ചിക്കാനായിട്ടുള്ള ചാൻസ് കൂടുതൽ. പക്ഷെ ഈ പറ്റിക്കാൻ വേണ്ടിയാണ് നമ്മൾ നിന്ന് കൊടുക്കുന്നതെന്നുള്ളത് നമുക്ക് അറിവില്ല. ശരിക്കും അതിനുള്ള അറിവ് നമുക്കില്ല. ഓപ്ഷൻസിലൊക്കെ ഇതിനകത്തിലൊക്കെ എന്ന് പറയുന്നത്, ഇപ്പോ ചിത്രയോട് ഞാൻ വളരെ മനോഹരമായി പെരുമാറി, ഒരു കുഴപ്പമില്ലാതെ പെരുമാറി, ഓക്കെ, ചിത്രയോട് കഴിച്ചോ എന്ന് ഞാൻ ചോദിക്കുന്നു, കുടിച്ചോ അതെല്ലാം ചോദിക്കുന്നു, അന്വേഷിക്കുന്നു, കൺസേൺ ആവുന്നു, പല കാര്യങ്ങള്. ഇനിയിപ്പോ അങ്ങനെ ചോദിക്കുന്നതിനിടയ്ക്ക് എവിടെയാണ് പോയത്, ചിത്ര പോയ കാര്യങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്യുന്നു. നമ്മൾ തമ്മിൽ നല്ല അത്യാവശ്യം ഭയങ്കര ക്ലോസ് അല്ലെങ്കിലും നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ആവുന്നു. ഇവിടെ ക്രിയേറ്റ് ആവുന്നൊരു സമയത്ത് ഞാൻ കുറച്ച് റോങ് ആവുന്നു, റോങ് ആയി പെരുമാറുന്നു. റോങ് ആയിട്ട് ഒരു ചിത്രയ്ക്ക് എന്നോട് അങ്ങനെ ഒരു വികാരം ഉണ്ടാവില്ല, ഞാൻ വന്നൊരു പ്രപ്പോസൽ നടന്നു, ചിത്ര എന്നോട് ക്ലിയർ ആയിട്ട് റിജക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞു. കാരണം അതുവരെ ഞാൻ ചിത്രയ്ക്ക് ഓക്കെ ആയിരുന്നു. അതിന്റെ അപ്പുറത്ത് റൂട്ട് മാറുമ്പോഴല്ലേ ചിത്രയ്ക്ക് നോ പറയാൻ പറ്റുള്ളൂ. അതിന് മുമ്പത്തേക്ക് ഒരു കുഴപ്പമില്ലാത്തൊരു സമയത്തേക്ക് നമുക്ക് ഒരു മനുഷ്യൻ ഒരു കുഴപ്പമില്ലാതെ നമ്മളോട് മാന്യമായി പെരുമാറുന്ന സമയത്ത് എങ്ങനെയാണ് ഇയാളെ നമ്മൾ ജഡ്ജ്മെന്റൽ വ്യൂയിലൂടെ കണ്ടിട്ട് ഇവൻ ഇനി നാളെ എന്നോട് ഇങ്ങനെ പറയും, അല്ലെങ്കിൽ ഇവൾ എന്നോട് നാളെ ഇങ്ങനെ പറയും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. എവിടെയാണോ റൂട്ട് മാറുന്നത് അവിടെ നമ്മൾ റിജക്ഷൻ വെക്കുമ്പോഴാണ് ഈ പട്ടാപ്പകലൊക്കെ വന്ന് നിന്നിട്ട് അവിടെ ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. ആ ഒരു തലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ശരിക്കും ഒരു സെക്യൂർ ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ ആറ്റിറ്റ്യൂഡ് ഇട്ട് വളരെ ഒരു മുരടൻ സ്വഭാവത്തിലേക്കൊക്കെ കടന്നാൽ മാത്രമേ പറ്റുള്ളൂ എന്നൊരു അവസ്ഥയിലേക്കൊക്കെ പോകും. ഇങ്ങനെ സിഗ്മ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ലേ, അതും പ്രശ്നമാണ്. ശരിക്കും എല്ലാം ഒരു പ്രശ്നമാണ്. മനുഷ്യന്മാരുടെ ആ ഒരു ചേഞ്ചസ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഏത് സമയത്താണ് ഇവരൊക്കെ മാറിപ്പോകുന്നത്, അതിൽ നമുക്ക് ആരെയും ക്രിട്ടിസൈസം ചെയ്തിട്ട് കാര്യമില്ല. മനസ്സിലാക്കാൻ പറ്റില്ല. അത് നമ്മള് മനസ്സിലാക്കാന്ന് വെച്ചാൽ ചില സാധനങ്ങളൊക്കെ നമുക്ക് ചിലപ്പോ മനസ്സിലായെന്ന് വരും. പക്ഷെ ഈ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അവരെ കുറ്റം, അതായത് ഇപ്പം ഓക്കെ അങ്ങനെ സംഭവിച്ചു, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഡയലോഗ്, അത് തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല ഗോപു എന്നൊക്കെ പറയുന്ന ആ ഡയലോഗ് ഉണ്ടല്ലോ, അത് തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷെ ഈ നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടല്ലേ നിങ്ങൾ അങ്ങനെ ആയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നൊന്നും ചോദിച്ചു കുറ്റപ്പെടുത്താതിരിക്കുക. ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡൗൺ സംസാരിച്ചിട്ടല്ലേ അവൻ വന്ന് നിന്നെ കടന്നു പിടിച്ചത്. എന്ത് ചെയ്യാൻ പറ്റും? അല്ല, എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ സംസാരിച്ചു, എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടില്ല. എന്നെ എന്റെ മേലിൽ കടന്ന് ആക്രമിക്കാനുള്ള ഒരു പെർമിഷൻ ഞാൻ കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ അവകാശങ്ങളെയൊക്കെ നമ്മളങ്ങ് ആൾക്കാർ മറന്നു പോകുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ. അവകാശങ്ങള് മറന്നു പോകുന്നു മാത്രല്ല, അങ്ങനെ അവകാശങ്ങൾ മറന്നു പോകുമ്പോ എന്താന്ന് വെച്ചാൽ എന്തും അവരിൽ ചെയ്യാന്നുള്ളൊരു ആ ഒരു പ്രവണതയൊക്കെ തെറ്റല്ലേ? കാരണം എന്താന്ന് വെച്ചാൽ അത് ഓരോ സൈക്കോസിന് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരുടെ ഉള്ളിലും ഒരു സൈക്കോ ഒളിഞ്ഞു കിടപ്പുണ്ട്. പക്ഷെ എന്നാലും കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും. കുറെ ആൾക്കാരെ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ കുറ്റപ്പെടുത്തി അങ്ങനെ കുളവാക്കാതിരിക്കുക. അതിന് അടുത്തത് ഫെർദർ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച കാര്യങ്ങൾ അത് നോക്കി കണ്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇന്ന കാര്യം എന്നുള്ളത് പറഞ്ഞ് നമുക്ക് തരാൻ പറ്റത്തില്ല.